സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു. സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു. സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. ഭക്ത്യാ വണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. എല്ലാവരും ചേർന്ന് ഭക്ത്യാ വണങ്ങിടുവിൻ, ഒരുമിച്ച് ആരാധിക്കാം. സാഷ്ടാംഗം വീണിടുവിൻ. ഈശോയേ, ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് വണങ്ങിടുവിൻ, കർത്താവിനെ വിളിച്ചാരാധിക്കുക. സാഷ്ടാംഗം വീണിടുവിൻ. ഈശോയേ, ജീവന്റെ അപ്പമായ ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഒന്ന് ചേർന്ന് ആരാധിച്ച് ആരാധന 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 ആരാധന. കർത്താവിനെ വിളിച്ചാരാധിക്കാം. ആരാധന 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 ആരാധന. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ദിവ്യകാരുണ്യമായ കർത്താവ് ശംശിഹായുടെ തിരുസാന്നിധ്യം ആവോളം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇതാ വിശുദ്ധ യൗസേപ്പിതാവിലൂടെ കർത്താവിനെ അനുഭവിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ മാർപ്പാപ്പ ഈ വർഷത്തെ വിശുദ്ധ യൗസേപ്പിതാവിന് പ്രത്യേകമായി സമർപ്പിച്ചിട്ടുള്ള ഒരു വർഷമാണെന്ന് നമുക്കറിയാം. വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ചുള്ള 100 അപദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപദാനമാണ് വിശുദ്ധ യൗസേപ്പിതാവ് നീതിമാനായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, യൗസേപ്പ് നീതിമാനായിരുന്നതുകൊണ്ട് എന്ന് തുടങ്ങുന്ന വചനഭാഗം. അതുകൊണ്ട് മറിയത്തെ അപമാനിതയാക്കാൻ ആഗ്രഹിക്കാതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. യൗസേപ്പ് നീതിമാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് നീതിമാൻ? എന്താണ് നീതിമാൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും ഗുണഗണങ്ങളും? നമ്മളിത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ സങ്കീർത്തന പുസ്തകം 15-ാം സങ്കീർത്തനത്തിൽ നീതിമാൻ ആരാണെന്നും നീതിമാൻ്റെ പ്രത്യേകതകൾ എന്തെന്നും കൃത്യമായിട്ട് വിവരിച്ചു വച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ആരാണ് നീതിമാനെന്ന് സങ്കീർത്തനം പറയുന്നു. ഒരു നീതിമാന് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ ഒന്നാമത്തേതാണ് നീതിമാൻ കറ കൂടാതെ ജീവിക്കുന്ന വ്യക്തിയാണ്. നീതിമാൻ്റെ പ്രധാനപ്പെട്ട ഗുണഗണങ്ങളിൽ ഒന്നാമത്തേതാണ് നീതിമാൻ കറ കൂടാതെ ജീവിക്കുന്ന വ്യക്തിയാണ്. അതാണ് സങ്കീർത്തനം 15-1 നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് കറ കൂടാതെ ജീവിക്കുന്നത്? എങ്ങനെയാണ് കറ കൂടാതെ ജീവിക്കാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ഉദാഹരണം കൊണ്ട് നമുക്കത് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൂർവ്വ യോസേപ്പിനെ
സഹോദരന്മാർ ആദ്യം പൊട്ടക്കിണറ്റിലിടുകയും അതിനുശേഷം ഈജിപ്തിലേക്ക് പോയ കച്ചവടക്കാർക്ക് വിൽക്കുകയും അങ്ങനെ ഈജിപ്തിലെത്തിയ ജോസഫിനെ വാങ്ങിച്ചത് ഒരു പൊത്തിഫാറാണ്. പൊത്തിഫാറിൻ്റെ വീട്ടിൽ വിശ്വസ്തനായി ജീവിച്ചതിൻ്റെ പേരിൽ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ പൊത്തിഫാർ ആ വീടിൻ്റെയും അദ്ദേഹത്തിൻ്റെ സകല സ്വത്തുക്കളുടെയും വസ്തുക്കളുടെയും ഒക്കെ ഉടമസ്ഥനും അധികാരിയും ആക്കിയൊക്കെ നിയമിച്ചു. എന്നാൽ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ പൊത്തിഫാറിൻ്റെ ഭാര്യയ്ക്ക് ഈ ജോസഫിനോട് എന്തെന്നില്ലാത്ത ഒരു അഭിനിവേശവും ഒരു തരം ആവേശവും തോന്നി. ജോസഫുമായിട്ട് സല്ലപിക്കണമെന്നും ഒരുമിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. അതിനായിട്ട് പല പ്രാവശ്യം ജോസഫിനെ പൊത്തിഫാറിൻ്റെ ഭാര്യ സമീപിച്ചു. അങ്ങനെ പൊത്തിഫാറിൻ്റെ ഭാര്യയുടെ നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ ഒരു നാൾ ജോസഫ് ഈ ഭാര്യയോട്, പൊത്തിഫാറിൻ്റെ ഭാര്യയോട് ഇങ്ങനെയാണ് പറഞ്ഞത്: എൻ്റെ യജമാനനായ നിങ്ങളുടെ ഭർത്താവ് ഈ കൊട്ടാരത്തിൻ്റെയും ഈ കൊട്ടാരത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും മറ്റെല്ലാ മനുഷ്യരുടെയും മേൽനോട്ടവും അവകാശവും അധികാരവും എനിക്ക് തന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ മേൽനോട്ടത്തിൽ നിന്നും നിങ്ങളെയല്ലാതെ മറ്റൊന്നിനെയും അദ്ദേഹം മാറ്റി നിർത്തിയിട്ടില്ല. അതിൻ്റെ കാരണം നീ എൻ്റെ യജമാനൻ്റെ ഭാര്യയാണ് എന്നതുകൊണ്ടാണ്. അങ്ങനെ എന്നോട് ഇത്രയേറെ ആത്മാർത്ഥതയും വിശ്വസ്തതയും കാണിക്കുന്ന എൻ്റെ യജമാനോട് ഞാൻ എങ്ങനെ അവിശ്വസ്തമായി പെരുമാറും? ഇതാണ് ഒരു നീതിമാൻ, കറയില്ലാതെ ജീവിക്കുന്ന വ്യക്തി. പൂർവ്വ യൗസേപ്പ് കറയില്ലാതെ ജീവിച്ച വ്യക്തിയായിരുന്നത് പോലെ തന്നെയാണ് വിശുദ്ധ യൗസേപ്പും ജീവിതത്തിൽ കറയില്ലാതെ ജീവിച്ച വ്യക്തിയായിരുന്നു. രണ്ടാമതായിട്ട് ഒരു നല്ല നീതിമാൻ്റെ ലക്ഷണം വിശുദ്ധ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, സങ്കീർത്തനം 15 നമ്മൾ വായിക്കുന്നത്, നീതിമാൻ നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എന്താണ് നീതി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ, അത് ലൂക്കാട് സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ 31-ാം വചനത്തിൽ കാണുന്നത്. ഈശോ ഇങ്ങനെയാണ് പറഞ്ഞത്: മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവിൻ. പ്രിയപ്പെട്ടവരെ, മക്കൾ മാതാപിതാക്കളിൽ നിന്നും ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ മക്കളോട് നീതി പ്രവർത്തിക്കുന്നു. ജീവിത പങ്കാളിയോട് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ നീതിപൂർവം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ ജീവിത പങ്കാളികൾ പരസ്പരം നീതിയുള്ളവരായിത്തീരുന്നു. ഈ കാലഘട്ടത്തിൽ മക്കൾ മാതാപിതാക്കളോട് എന്തുമാത്രം നീതിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു പുനരാലോചന നടത്തേണ്ട സന്ദർഭം കൂടിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നീതിയെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭം. എന്തുമാത്രം മാതാപിതാക്കളാണ് പ്രിയപ്പെട്ടവരെ മക്കളിൽ നിന്ന് ഒരല്പം പോലും കരുണയോ നീതിയോ ഒന്നും കിട്ടാതെ കരഞ്ഞും സങ്കടപ്പെട്ടും വിഷമിച്ചും പാതയോരങ്ങളിൽ, വഴിവക്കുകളിൽ, അനാഥാലയങ്ങളിൽ ഒക്കെ ജീവിക്കേണ്ട ഗതികേടും സങ്കടം കാഴ്ചകളും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്ന് പറയുമ്പോൾ ലഭിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കാൻ എന്ന് ഉറപ്പുവരുത്തുന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കും, ആരാണ് നീതിമാനെന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ സത്യം കാക്കുന്നവനാണ് നീതിമാൻ. ഹൃദയത്തിൽ സത്യം കാക്കുന്നവനാണ് നീതിമാൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ 850 പ്രാവശ്യം ഹൃദയം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഹൃദയം എന്ന വാക്ക് എന്താണ് അങ്ങനെ 850 പ്രാവശ്യം ഉപയോഗിക്കാനുള്ള കാരണം? കാരണം സകല കാര്യങ്ങളും, അത് നന്മയായാലും തിന്മയായാലും ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് ഹൃദയം എത്രമാത്രം ശുദ്ധിയുള്ളതാണോ അവൻ നീതിമാനായിരിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം കായേൻ്റെ ഹൃദയം, ആബേലിൻ്റെ ഹൃദയം, ഫറവോയുടെ ഹൃദയം, പളുങ്കു പോലെയുള്ള ഹൃദയം, ഇങ്ങനെ ഒത്തിരിയേറെ ഹൃദയം.
പിന്നെ പ്രധാനപ്പെട്ട 2 ഹൃദയങ്ങൾ നമുക്കറിയാം. പരിശുദ്ധ മാതാവിൻ്റെ ഹൃദയം, വിമല ഹൃദയം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവ് യേശു മിശിഹായുടെ ഹൃദയം, തിരുഹൃദയം. ഇങ്ങനെ ഒത്തിരിയേറെ ഹൃദയങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഹൃദയത്തിൽ എല്ലാ തരത്തിലും സത്യം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി അത് നീതിമാനാണ്. ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? വിശുദ്ധ അന്തോനീസ് പറയുന്നു എങ്ങനെയാണ് ഹൃദയത്തിൽ സത്യം കാത്തു സൂക്ഷിക്കുന്നത്, ഒരാളുടെ ഹൃദയം എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ. വിശുദ്ധ അന്തോനീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരാൾ നല്ല വ്യക്തിയാവുകയോ മോശം വ്യക്തിയാവുകയോ ചെയ്യുന്നത് 3 കാരണങ്ങളാണ്. അത് ഹൃദയത്തിൽ നിന്ന്, അധരത്തിൽ നിന്ന്, കൈകളിലൂടെ വരുന്ന കാര്യങ്ങൾ. ഹൃദയത്തിൽ നിന്നും അധരത്തിൽ നിന്നും കൈകളിലൂടെയും വരുന്ന കാര്യങ്ങൾ. ഭാരതീയ ശൈലി പ്രകാരം അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് മനസ വാച കർമ്മണ എന്ന്. ഇനി അത് വളരെ സിമ്പിൾ ലോക്കലായിട്ടുള്ള വിധത്തിൽ നമ്മൾ പറഞ്ഞ ഇങ്ങനെയാണ്: ഉള്ളിലിരിപ്പും വായിലിരിപ്പും കയ്യിലിരിപ്പും പോലെയാണ് ഒരാളുടെ ജീവിതം ആകുകയെന്ന്. ഉള്ളിലിരിപ്പ് പോലെ, കയ്യിലിരിപ്പ് പോലെ, വായിലിരിപ്പ് പോലെ. അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഉള്ളിലിരിപ്പ് ശരിയാണെങ്കിൽ വായിന്ന് വരുന്നത് ശരിയാണ്, വായിന്ന് വരുന്നത് ശരിയാണല്ലോ ആണെങ്കിലോ അത് കയ്യിലിരിപ്പും ശരിയാകും. കാരണവന്മാർ നമ്മളോട് പറഞ്ഞു തരാറുണ്ട്, വായിന്ന് പോയ വാക്കും കയ്യിന്ന് പോയ കല്ലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത് നീതിമാൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം അവൻ ഹൃദയത്തിൽ സത്യം കാക്കുന്നവനാണ്. ഇനി 4ാമത്തെ ലക്ഷണം ഇങ്ങനെയാണ് പറയുന്നത്. ആരാണ് നീതിമാൻ എന്ന് പറഞ്ഞാൽ അത് ഇപ്രകാരമാണ്: നാവുകൊണ്ട് വഞ്ചിക്കാത്തവനാണ് നീതിമാൻ. നാവുകൊണ്ട് വഞ്ചിക്കാത്തവനാണ് നീതിമാൻ. പ്രിയപ്പെട്ടവരെ, തോക്കുകൊണ്ടോ വെടികൊണ്ടോ മറ്റേതെങ്കിലും യുദ്ധോപകരണങ്ങൾ കൊണ്ടോ വാളുകൾ കൊണ്ടോ മരിച്ചതിനേക്കാൾ ചത്തതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ ആളുകളാണ് നാവുകൊണ്ട് വധിക്കപ്പെട്ടിട്ടുള്ളത്, നാവുകൊണ്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത്. കാരണം നമുക്കറിയാം, നാവ് അത്രയേറെ ഉപദ്രവം വരുത്തി വയ്ക്കുന്ന ഒരു ഘടകമാണ് എന്ന് നമുക്കൊക്കെ പ്രത്യേകമായിട്ട് അറിയാം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നത്: പലതരത്തിലുള്ള നാവുകളുണ്ട്. എതിർത്ത് പറയുന്ന നാവ്, മുഖസ്തുതി പറയുന്ന നാവ്, എപ്പോഴും വമ്പ് പറയുന്ന നാവ്, ആത്മപ്രശംസ പറയുന്ന നാവ്, കള്ളം പറയുന്ന നാവ്, വിനാശകരമായ നാവ്, ദ്രോഹവും അനീതിയും പരത്തുന്ന നാവ്, ഏഷണി കൂട്ടുന്ന നാവ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഏറ്റവും നല്ല നാവുണ്ട്. സൗമ്യതയുള്ള നാവ്, സുഖപ്പെടുത്തുന്ന നാവ്, അഴുകാത്ത നാവ്. നമുക്കറിയാം, കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധരിൽ നമുക്കൊക്കെ ഏറെ അറിയപ്പെടുന്ന വിശുദ്ധനായ വിശുദ്ധ അന്തോണീസിൻ്റെ നാവ് ഇതുവരെയും അഴിഞ്ഞിട്ടില്ല, അഴുകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, ആ മഹാവിശുദ്ധൻ കർത്താവിനെ പറഞ്ഞ്, കർത്താവിനെ സ്വീകരിച്ച്, കർത്താവിനെ മാത്രം ധ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് ഇത്രയധികം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അഴിയാതെ സൂക്ഷിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ എത്രയോ അധികം പേരുടെ സൽപ്പേരാണ് ഈ നാവ് കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. എത്രയോ കുടുംബങ്ങളിലാണ് പലപ്പോഴും അസ്വസ്ഥതയും വഴക്കും പരസ്പരം തമ്മിൽ തല്ലും ഒക്കെ നാവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നാവിനെ സൂക്ഷിക്കണമെന്നും നാവ് ഏറ്റവും ശക്തമായ വിധത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട കാര്യമാണെന്നും നാക്ക് പിഴ ഉണ്ടാകരുതെന്നും പറയുന്നത്. വിശുദ്ധ യൗസേപ്പ് പിതാവ് നാവിലൂടെ എപ്പോഴും സത്യം മാത്രം പറഞ്ഞ വ്യക്തിയാണ്. അങ്ങനെയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് നീതിമാനായിത്തീർന്നത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, നല്ല ഒരു നീതിമാൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് അയൽക്കാരനെതിരെ അപവാദം പറയാത്ത വ്യക്തി. അയൽക്കാരനെതിരെ അപവാദം പറയാത്ത വ്യക്തിയാണ് ഒരു നീതിമാൻ എന്ന് സങ്കീർത്തകൻ വചനം നമുക്ക് പറഞ്ഞു തരുന്നു. യൗസേപ്പ് ഒരാളെക്കുറിച്ചും അപവാദം പറഞ്ഞ് പരത്തിയിട്ടില്ല, ഒരാളോടും ഒന്നും പറഞ്ഞിട്ടില്ല. അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്, മറിയത്തെ പോലും രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുവെന്ന്. അത്രയേറെ നീതിമാനായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയാണ്. ആരാണ് നീതിമാൻ എന്ന് പറഞ്ഞാൽ
ദുഷ്ടനോട് കൂട്ടുകൂടാത്തവനാണ് നീതിമാൻ. ദുഷ്ടനോട് കൂടാത്തവനാണ് നീതിമാൻ. ഇന്ന് നമ്മൾ പ്രത്യേകിച്ചും യോസേപ്പ് പിതാവിനെ ധ്യാനിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ വീട്ടിലെ മക്കൾ ആരോടാണ് കൂട്ടുകൂടുന്നത്? അവരുടെയൊക്കെ കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും ആരുമായിട്ടാണ്? സാധാരണയായി നമ്മൾ പറയാറില്ലേ, നിൻ്റെ സ്വഭാവം എന്തെന്ന് ഞാൻ പറയാം, നിൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറ. അപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകാർ ആരാണോ അതായിരിക്കും നമ്മുടെ സ്വഭാവവും. അതാണ് സങ്കീർത്തകൻ പറഞ്ഞത്, ഒരു നല്ല നീതിമാൻ്റെ ലക്ഷണമാണ് ദുഷ്ടനോട് കൂട്ടുകൂടാതിരിക്കുക എന്നുള്ളത്. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ കൂട്ട് അത് ജീവിതകാലം മുഴുവൻ ആരോടായിരുന്നു? പിതാവായ ദൈവത്തോട്, വേറെ ആരോടുമല്ല, പിതാവായ ദൈവത്തോടായിരുന്നു വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ കൂട്ടും മുഴുവനും. അതുകൊണ്ടാണ് ഇന്ന് ലോകം മുഴുവനും വിശുദ്ധ യോസേപ്പ് പിതാവിനെ യോസേപ്പ് നീതിമാനായിരുന്നു എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഈ ആരാധന തിരുമണിക്കൂർ സമയത്ത് ഈ ദിവ്യകാരുണ്യത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധ യോസേപ്പ് പിതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം, അപേക്ഷിക്കണം. കർത്താവേ, ഞങ്ങൾക്കും വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ നീതിയുള്ള വ്യക്തികളായിട്ട് ജീവിക്കാനുള്ള വരം നൽകണമേ എന്ന്. ഞങ്ങളുടെ ഹൃദയത്തെ നീതിയിൽ നിർത്താൻ, ഞങ്ങളുടെ അധരത്തെ നീതി മാത്രം പറയുന്നത് ശീലിക്കുവാൻ, ഞങ്ങളുടെ ശരീരത്തെ നീതിയോടെ കാത്തു സൂക്ഷിക്കാൻ, മറ്റുള്ളവരോട് നീതി പ്രവർത്തിക്കാൻ വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ നീതിയുള്ള വ്യക്തികളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും കർത്താവിനെ ആരാധിക്കാം. എല്ലാവരും രണ്ട് കൈകളും ഇങ്ങനെ ഒന്ന് തുറന്നു പിടിക്കുക, യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച്. മക്കളെ, നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നീതിയോടെ ജീവിക്കുവാനുള്ള വരം നൽകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ രണ്ട് കൈകളും തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അങ്ങനെ, അല്ലെങ്കിൽ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാ കുടുംബങ്ങളും കർത്താവിൻ്റെ വലിയ ശക്തി കൊണ്ട് നിറയായിടയാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവത്തിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ, അവിടുത്തെ അഭിഷേകം കൊണ്ട് നിറയട്ടെ, അവിടുത്തെ കൃപകൾ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടി സ്വരമുയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് രണ്ട് കൈകൾ ഉയർത്തി എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചുണരട്ടെ. യേശുവേ, കൈകൾ കൂപ്പിക്കൊണ്ട് നീതിമാനാകും താതാ, യേശുവിൻ സ്നേഹതാതാ, വിശുദ്ധനാകും യൗസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. എല്ലാവരും നീതിമാനാകും താതാ, യേശുവിൻ സ്നേഹതാതാ, വിശുദ്ധനാകും യൗസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. കർത്താവേ, അവിടുത്തെ വളർത്തു പിതാവായ വിശുദ്ധ യോസേപ്പ് പിതാവ് ജീവിതത്തിലുടനീളം എല്ലാവരോടും നീതിയോടെ പ്രവർത്തിച്ചു. കാരണം വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ഹൃദയം മുഴുവനും നീതിയുടെ നിറകുടമായിരുന്നു. അതുകൊണ്ടാണല്ലോ മറിയത്തോടും ഉണ്ണിയേശുവിനോടും അങ്ങേയറ്റം നീതി പ്രവർത്തിച്ചത്. ഇന്ന് എൻ്റെ പൊന്നു തമ്പുരാനെ, പല കുടുംബങ്ങളിലും മക്കളിൽ നിന്ന് നീതി കിട്ടാതെ വല്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. പ്രായമായി കഴിയുമ്പോൾ മാതാപിതാക്കളെ വേണ്ട എന്നും അവരൊരു ഭാരമാണെന്നും എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതിയെന്നും ഒക്കെ ചിന്തിക്കുന്ന എത്രയോ ആയിരം മക്കളാണുള്ളത് ഈ ലോകത്തിൽ. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന മക്കൾ. എൻ്റെ ഈശോയെ, ഈ ആരാധനാ സമയത്ത് വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ നീതി പ്രവർത്തിക്കുന്ന വ്യക്തികളായി തീരുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. എൻ്റെ ഈശോയെ, ഞങ്ങൾ
അങ്ങയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ മാതാപിതാക്കൾ പരസ്പരം നീതിയോടെ വർത്തിക്കുവാൻ, മക്കൾ മാതാപിതാക്കളോടും, ജീവിത പങ്കാളിയോടും, മാതാപിതാക്കൾ മക്കളോടും നീതി പ്രവർത്തിക്കുന്നവരായി തീരാൻ ഈ സമയം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മക്കളെ നമുക്ക് രണ്ട് കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ എന്തുമാത്രം ആളുകളാണ് നീതി ലഭിക്കാതെ, ന്യായമായിട്ടുള്ളത് കിട്ടാതെ സങ്കടപ്പെടുന്നതും വിഷമിക്കുന്നതും വേദനിക്കുന്നതും. ഈ ആരാധനാ സമയത്ത് നമുക്ക് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നീതി ലഭിക്കുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ വലിയ മാധ്യസ്ഥ ശക്തിയും കർത്താവ് യേശു മിശിഹായുടെ വലിയ സംരക്ഷണവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഇരു കരങ്ങളും ഉയർത്തി യേശുവേ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് വിളിച്ചുണരട്ടെ, ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരെയും സ്വരങ്ങൾ ഉയർന്ന് കേൾക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. ദൈവശക്തി കൊണ്ട് നിറയട്ടെ, ദൈവശക്തി കൊണ്ട് നിറയട്ടെ, കൃപകൾ കൊണ്ട് നിറയട്ടെ, അഭിഷേകം പൂരിതമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ കൂപ്പിക്കൊണ്ട് അങ്ങേ ദിവ്യമാ നീതിയിലെന്നെ വളർത്തണമേ നാഥാ. അങ്ങേ ദിവ്യമാ നീതിയിലെന്നെ വളർത്തണമേ നാഥാ. അങ്ങേ ദിവ്യമാ നീതിയിലെന്നെ വളർത്തണമേ നാഥാ. എല്ലാവരും അങ്ങേ ദിവ്യമാ നീതിയിലെന്നെ വളർത്തണമേ നാഥാ. അങ്ങേ ദിവ്യമാ നീതിയിലെന്നെ വളർത്തണമേ നാഥാ. കർത്താവേ, വിശുദ്ധ യോസേപ്പ് പിതാവ് നീതിമാനായിത്തീർന്നത് അധരം കൊണ്ട് തിന്മയായിട്ടുള്ളതൊന്നും പറയാത്തത് കൊണ്ടാണ്. എൻ്റെ ഈശോയെ, അധരം കൊണ്ട് പാപകരമായതോ തിന്മയായിട്ടുള്ളതോ മറ്റുള്ളവരെ തകർക്കുന്നതായ ഒരു വാക്കും പറയാതിരിക്കുവാൻ ഈശോയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ, ഈ ലോകത്തിൽ എന്തുമാത്രം വ്യക്തികളാണ് അധരങ്ങളെ ദുരുപയോഗിക്കുന്നത്. മറ്റുള്ളവരെ സൽപ്പേരിനെ തകർക്കാനും കുറ്റം പറയാനും അവരെ വിധിക്കുവാനും അവരെ തകർത്ത് തരിപ്പണമാക്കുവാനും വ്യക്തി ജീവിതവും കുടുംബജീവിതവും നശിപ്പിക്കുവാനും ഒക്കെ അധരത്തെ ദുരുപയോഗിക്കുന്ന എന്തുമാത്രം ആളുകളാണുള്ളത്. എന്നാൽ ഈശോയെ, അങ്ങ് വചനത്തിലൂടെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നീ നല്ലത് മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ എൻ്റെ നാവ് പോലെ ആക്കുമെന്ന്. നീ നല്ലത് മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ എൻ്റെ നാവ് പോലെ ആക്കുമെന്ന്. ഈശോയെ, ജെറമ്യാ പ്രവാചകൻ നല്ല കാര്യം പറഞ്ഞ് നല്ലത് മാത്രം പറഞ്ഞ് വചനം കൊണ്ട് അധരം നിറച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞില്ലേ, അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാനത് ഭക്ഷിച്ചു, അത് എൻ്റെ ഹൃദയത്തിന് ആനന്ദവും മനസ്സിന് സന്തോഷവും പ്രദാനം ചെയ്തുവെന്ന്. എൻ്റെ പൊന്നു തമ്പുരാനെ, യെശയ്യാ പ്രവാചകൻ്റെ നാവിൽ അങ്ങ് കൊടിലുകൊണ്ട് തീക്കട്ട ഉപയോഗിച്ച് തൊട്ട് എഴുതി കൊടുത്തില്ലേ, വചനം എഴുതി കൊടുത്തില്ലേ? ഈശോയെ, ഞങ്ങൾക്കും അധരങ്ങൾ നന്മ പറയുവാൻ, നല്ല കാര്യങ്ങൾ പറയുവാൻ അനുഗ്രഹിച്ചു തരണമേ. ഈശോയെ, സഖറിയ അധരം തുറക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചതുപോലെ ഞങ്ങളും അധരം തുറക്കുമ്പോൾ കർത്താവെ അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
രണ്ട് കൈകളും ഇങ്ങനെ തുറന്നു പിടിക്കുക, രണ്ട് കൈകളും തുറന്നു പിടിക്കുക. നമുക്ക് എത്രയോ ശക്തിയുള്ള ശബ്ദമാണ് കർത്താവ് തന്നിട്ടുള്ളത്, എത്രയോ കൃപയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ലോകത്തിൽ എന്തുമാത്രം ആളുകൾക്കാണ് മക്കളെ സംസാര ശക്തി ഇല്ലാത്തവര്. ഓർക്കണം, ഈശോ നമുക്ക് സംസാരിക്കാനുള്ള ശേഷി തന്നിട്ടുണ്ട്. ഈ സംസാര ശേഷി തന്നിട്ടുള്ളത് കർത്താവിനെ സ്തുതിക്കാനാണ്, കർത്താവിനെ മഹത്വപ്പെടുത്താനാണ്, അവിടുത്തെ ആരാധിക്കാനാണ്. നമുക്കും ആദരം തുറന്ന് കൈകൾ യാചനാ രൂപത്തിൽ തുറന്നു പിടിച്ച് ഒന്ന് യേശുവേ എന്ന് വിളിക്കാം. വിശുദ്ധ അന്തോനീസിന്റെ നാവ് പോലെ അഴുകാത്ത നാവായി തീരാൻ യേശുനാമം വിളിച്ച്, യേശുനാമം വിളിച്ച് ശക്തി പ്രാപിക്കാൻ നമുക്ക്. അവിടുത്തെ തിരുനാമം വിളിച്ച് ശക്തി പ്രാപിക്കാൻ നമുക്ക്. എല്ലാവരും ചേർന്ന് വിളിച്ചുണരട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കുക, യേശുവേ എന്ന് വിളിക്കുക. ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും സ്വരം ഉയർത്തി ഉയർത്തി വിളിക്കണം, ശബ്ദം ഉയർത്തി സ്തുതിച്ചുണരട്ടെ. രണ്ട് കൈകളും ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഈശോയേ, യേശുവേ, ഈശോയേ, വിളിച്ചുണരട്ടെ. യേശുവേ, ഈശോയേ, കൈകൾ കൂപ്പിക്കൊണ്ട് തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എൻ്റെ നാവിനെ. എല്ലാവരും തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എൻ്റെ നാവിനെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എൻ്റെ നാവിനെ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എൻ്റെ നാവിനെ. മക്കളെ, കർത്താവ് നമ്മളെ അവിടുത്തെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കും. നമ്മുടെ അതിരത്തെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും അങ്ങനെ നീതിയുള്ള വ്യക്തികളായി തീരുവാൻ അവിടുന്ന് അനുഗ്രഹിക്കും. അതിനായിട്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങിയാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് മുട്ടുകൾ കുത്തി നിൽക്കാം. അല്പം ത്യാഗത്തോടെ മുട്ടുകൾ കുത്തി നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷം തന്നെ നമുക്കറിയാം, നമ്മളും നമ്മുടെ മക്കളും മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും നമ്മുടെ വീട് മുഴുവൻ അനുഗ്രഹീതമായി തീരും. നമ്മുടെ വീട് മുഴുവനും അഭിഷേകമുള്ളതായി തീരും. രണ്ട് കൈകളും തുറന്നു പിടിച്ച് നമുക്ക് മുട്ടുകൾ കുത്തിയിരുന്ന് യാചനാ രൂപത്തിൽ തുറന്നു പിടിച്ചുകൊണ്ട് കൈകൾ തുറന്നു പിടിച്ച് എളിയ സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, ഈശോയേ, 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 അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.